ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അടിപൊളി ഐറ്റം ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വന്നൊരു സംഭവം കാണിച്ചു തരാനാണ് കേട്ടോ. അപ്പോൾ സംഭവം ഓർഡർ ചെയ്തതൊന്നും ഞാൻ അറിഞ്ഞില്ല, ഇപ്പോൾ വന്നപ്പോഴാണ് ഞാൻ ഈ ഒരു സംഭവം കാണുന്നത്. എനിക്ക് തോന്നുന്നു മധുരപ്രിയരായിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഐറ്റം ഉണ്ട്. ഞാൻ ഒരുപാട് നാളുകളായിട്ട് കേൾക്കുന്നതാണ്, ഇതുവരെ കഴിക്കാൻ പറ്റിയിട്ടില്ല. ഇതേ നമ്മുടെ തിരുനെൽവേലി ഹൽവ. അപ്പോൾ സാധാരണ നമ്മൾ പറയല്ലേ, ഒരു സംഭവം അല്ലെങ്കിൽ ഏതൊരു ഐറ്റം ആയാലും അതിൻ്റെ തനതായ സ്ഥലത്ത് നിന്ന് ഉള്ളത് നമ്മൾ കഴിച്ച് നോക്കണം എന്ന് പറയില്ലേ. ഇപ്പോൾ കോഴിക്കോടൻ ഹൽവ എന്നൊക്കെ പറയണത് പോലെ അങ്ങനെ തിരുനെൽവേലി ഹൽവ ഞങ്ങൾ തിരുനെൽവേലിയിൽ നിന്ന് തന്നെ ഞങ്ങൾ ഓർഡർ ചെയ്ത് വരുത്തിച്ചതാണ് കേട്ടോ. ഞങ്ങളല്ല, മോളാണ് സംഭവം കൊണ്ടുവന്നത്. ഞാനിത് കേട്ടിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലൊക്കെ ഒത്തിരി ഇതിനെക്കുറിച്ച് റിവ്യൂ കേട്ടിട്ടുണ്ട്. കഴിക്കേണ്ട ഐറ്റമാണ്, മധുരപ്രിയർക്ക് അത്ര ഇഷ്ടപ്പെടുന്നൊക്കെ കേട്ടിട്ടുണ്ട്, കഴിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ മോൾ ഇത് ഓർഡർ ചെയ്തൊന്നും ഞാനറിയില്ല. അപ്പോൾ എന്തായാലും വന്ന സ്ഥിതിക്ക് ഞാനിപ്പോൾ വേഗത്തിൽ പൊട്ടിച്ച് കാണിച്ചു തരികയാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ, കാരണം ഈ ഒരു സംഭവത്തിനെ കുറിച്ച് ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ കഴിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുമുണ്ട്, പക്ഷേ അങ്ങനെ വാങ്ങിക്കുന്നൊന്നും വിചാരിച്ചില്ല. അപ്പോൾ എന്തായാലും ഇതേപോലെ മോളും ആഗ്രഹിച്ചിരുന്നതാണെന്ന് തോന്നുന്നു. അവളും യൂട്യൂബൊക്കെ നോക്കിയിരുന്ന് കണ്ടപ്പോൾ അവൾ ഓർഡർ ചെയ്ത് വെച്ചതാണ് കേട്ടോ സംഭവം. അവളിവിടെ ഇല്ല എന്തായാലും. അപ്പോൾ ഞാൻ ഏതായാലും സംഭവം ഒന്ന് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ കയ്യിലെടുത്തപ്പോൾ തന്നെ ഇങ്ങനെ നമ്മൾ തുള്ളിക്കളിക്കാന്ന് പറയില്ലേ, അത്രയ്ക്ക് സംഭവത്തെ കാണുമ്പോൾ തന്നെ ഉണ്ടല്ലോ, നല്ല ക്രിസ്റ്റൽ പോലത്തെ ഇങ്ങനെ എന്താ പറയാന്നറിയാം, എനിക്കറിയില്ല. വായിലിടുമ്പോൾ ഇങ്ങനെ അലിഞ്ഞു പോകുന്നുണ്ട്. ശരിക്കും ഞാൻ ഈ ഒരു സംഭവം പറഞ്ഞു കേട്ടിട്ടുണ്ട്, അത്രക്കും ടേസ്റ്റിയാണെന്ന്. സംഭവം കൊണ്ടുവന്ന് കഴിച്ച് നോക്കിയപ്പോഴാണ് ശരിക്കും മനസ്സിലായത്. സൂപ്പർ എന്നെല്ലാം പറഞ്ഞത് വായിൽ വെക്കുമ്പോൾ തന്നെ എൻ്റെ എക്സ്പ്രഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അല്ലേ. അത്രയ്ക്കും അടിപൊളിയായിട്ടാണ് കേട്ടോ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല. നമ്മൾ വായിലിങ്ങനെ ഇടുമ്പോൾ തന്നെ ഇങ്ങനെ വെണ്ണയൊക്കെ പോലെ അലിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. ഒരു സ്പൂണ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമുക്ക് പിന്നെയും കഴിക്കുന്നത്. ഞാൻ ആ പ്ലേറ്റിൽ വെച്ചത് മോനെടുത്തുകൊണ്ട് പോയി കേട്ടോ. അപ്പോൾ ഞാൻ ആ രണ്ടാമത്തെ കവർ പൊട്ടിച്ച് അതിൽ നിന്ന് തന്നെയാണ് ഞാൻ കഴിക്കുന്നത്. അപ്പോൾ അതെ, നമുക്കത് കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അപ്പോൾ മോൻ ഒരു സ്പൂൺ കഴിച്ചിട്ട് ഇവിടെ കൊണ്ടുവച്ചു. പക്ഷേ എനിക്കെന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ വാങ്ങിച്ച വേറൊരു സംഭവമാണ് കേട്ടോ. ഇത് ശ്രീവല്ലി മിൽക്ക് പേടയാണ് കേട്ടോ. ശ്രീവല്ലി പുത്തൂർ മിൽക്ക് പേടയാണെന്ന് തോന്നും. ഇതും അടിപൊളിയാണ്. പക്ഷേ ഇത് നമ്മുടെ ഇവിടെയൊക്കെ അതിൻ്റെ ഇതേ ഒരു സംഭവം ഞങ്ങളിവിടെ കഴിച്ചിട്ടുണ്ട്. നമ്മുടെ ബർഫി പേട അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. എന്തായാലും സംഭവം അടിപൊളി തന്നെയാണ്. പക്ഷേ ഇത് നമുക്ക് ഒരുപാടൊന്നും കഴിക്കാൻ അങ്ങനെ തോന്നുന്നില്ല, കാരണം അത്രക്കൊരു മധുരമുള്ളത് പോലെ ഇവിടുത്തെ നമ്മുടെ പേടേൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ആ സംഭവം എന്ന് പറഞ്ഞത്. സംഭവം ഇങ്ങനെ പേടയൊക്കെ നമുക്കിങ്ങനെ ഉരുട്ടി എന്താ എന്ന് പറയേണ്ടത്, ബിസ്ക്കറ്റ് പോലെയൊക്കെ കിട്ടുന്ന ഷേപ്പൊക്കെ കിട്ടുന്നതാണെങ്കിൽ ഇത് നമുക്കിങ്ങനെ കോരി കഴിക്കാൻ കിട്ടുന്ന പേടയുടെ ആ ഒരു ഇതാണെന്ന്. ടേസ്റ്റൊക്കെ ഏകദേശം അത് തന്നെയാണ് കേട്ടോ. പക്ഷെ നമ്മുടെ ഈ സംഭവം എന്തായാലും മധുരപ്രിയരാണെങ്കിൽ, ഈ സംഭവം ഇതുവരെ കഴിച്ചിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു തവണ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ. സംഭവം ഒരു തവണ വായിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പിന്നെയും കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. ഷുഗർ പേഷ്യൻസ് ഒന്നും ഈ വഴിക്കേ വരണ്ട കേട്ടോ. എന്തായാലും സംഭവം പൊളിയാണ് കേട്ടോ. അപ്പം ഇതുവരെ കഴിച്ചിട്ടില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒരു തവണ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യേണ്ടതാണ് കേട്ടോ.